മുശാവറയുടെ ബഹുമാന്യനായിട്ടുള്ള ട്രഷറർ ഉസ്താദ് പി ഉമർ മുസ്ലിയാർ കൊയ്യോട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവനാ അയ്യുനാ അഹ്സനു അമലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്റിൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അഭിവന്ദരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദുൽ ഉലമ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കളെ, സ്നേഹബഹുമാനമുള്ള സംഘടനാ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉലമാക്കളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഒരു പുണ്യ സദസ്സും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾക്ക് പൊറുക്കാൻ കാരണഭൂതവുമാകുന്ന ഒരു പുണ്യ ചടങ്ങാണ് സമസ്തകള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നാം ചെലവിടുന്ന സമയങ്ങളെല്ലാം നമ്മുടെ പാപമോചനത്തിന് കാരണമായി തീരും എന്ന ആ സാന്നിധ്യം, ആ ഉൾക്കരുത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് തീരുന്നത് വരെ എത്രമാത്രം നാം സഹകരിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ഈഹലോകത്തും പരലോകത്തും ഗുണകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ ഓർക്കൽ നമ്മുടെ പാപങ്ങൾക്കുള്ള മോചനമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ നാം കേൾക്കുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നല്ല കാര്യങ്ങളെ നിങ്ങൾ പറയുകയും സ്മരിക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് മഹാനായ ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിയ മർഹൂം പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സദസ്സാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് അതിനാവശ്യമായ പ്രാർത്ഥനകൾ പോലും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ എന്ന വിശുദ്ധമാക്കപ്പെട്ട പ്രാർത്ഥനയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം എന്നുകൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ചടങ്ങും നമുക്കേറെ ഉപകാരപ്രദമായ ചടങ്ങുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മഹാനായ ഷെയ്ഖുൽ ജാമിയെക്കുറിച്ച് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ചു. അദ്ദേഹം ആഗോള പണ്ഡിതൻ എന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിലയും നിലയും അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ പണ്ഡിതോചിതമായ തീരുമാനങ്ങളുമൊക്കെ മറ്റ് രാഷ്ട്രങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം.
അതിനു മുമ്പും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗോള പണ്ഡിത സഭയെയും ആഗോള മുസ്ലിം സംഘടനകളെയും ബഹുമാനപ്പെട്ട സമസ്തയെ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന ഒരു മുസ്ലിം സംഘടനയെക്കുറിച്ച് നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി ഒരിക്കൽ യോഗം ചേർന്ന് അവരൊരു പ്രമേയത്തിലൂടെ ഒരു തീരുമാനമെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ ഖുതുബ മാതൃഭാഷയിലായിരിക്കണം എന്നതായിരുന്നു അവരുടെ പ്രമേയം. ആ പ്രമേയം അനുസരിച്ച് അവർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ശേഷം ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ചോദ്യം ചെയ്യുവാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡിലൂടെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ അന്നത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഉമർ നസീഫിന് കത്തെഴുതി, ഇന്ന തീയതിയിൽ നിങ്ങൾ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ യോഗത്തിൽ വെച്ച് വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ ഖുതുബ മാതൃഭാഷയിൽ ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം മാധ്യമങ്ങളിലേക്ക് നൽകുകയും അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ഏതെങ്കിലും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ? അതിന് വ്യക്തമായ മറുപടി നൽകണം എന്ന് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡിലൂടെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലിന് ഒരു കത്തെഴുതി. അങ്ങനെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ യോഗം 2 വട്ടം ചേരുകയും ഇതേക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തതിൻ്റെ അവസാന തീരുമാനം എന്ന് പറയുന്നത് ജുമാ ഖുതുബ മാതൃഭാഷയിൽ ആയിരിക്കണമെന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഒരു പ്രമാണത്തിലും ഞങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതേ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം അനുസരിച്ചാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഞങ്ങൾക്കൊരു തെളിവും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി തരാൻ സാധിക്കുന്നില്ല എന്ന് അവർ കൃത്യമായി തീരുമാനിക്കുകയും ആ തീരുമാനം അവരുടെ ലെറ്റർ ഹെഡിലൂടെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ന് കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് മുദരിസാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം. ഇതിലൂടെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തുമാത്രം ആഗോളം പരിചയപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വണ്ണവും വലിപ്പവും അതിൻ്റെ പാണ്ഡിത്യവും അതിൻ്റെ പണ്ഡിതോചിതമായ തീരുമാനങ്ങളും എന്തുമാത്രം പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പിൻഗാമിയായി പിന്നീട് വന്നിരിക്കുന്ന മഹാനായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ അത് ഒന്നുകൂടി വികസിപ്പിക്കുകയും ആഗോളതലത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് പത്രക്കാരുമായിട്ട് സംസാരിച്ചു. ഉടനെ തന്നെ അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഷെയ്ഖുനായുടെ മഖബറയിലേക്ക് ചെന്ന് അവിടുന്ന് ഞാൻ അവിടുത്തെ പിൻഗാമിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവിടുത്തെ പാതയനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടണം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രമാത്രം പാണ്ഡിത്യവും ഒരു ആഗോള പ്രതിഭയുമായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുഭാഷാ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിന് തെളിവായിട്ടാണ്
അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കം അറബി നിഘണ്ടു ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടമാക്കത്തക്ക വിധത്തിലുള്ള ഒരു തെളിവായിട്ട് ആ രേഖ, ആ പുസ്തകം ഇന്നും രേഖയായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അറബിയിലും മോഡേൺ അറബിയിലുമെല്ലാം വലിയ പ്രാവീണ്യം നേടിയിരിക്കുന്നൊരു മഹാനാണ്. അറബ് രാജ്യത്തെത്തിയാൽ അറബികളോട് അദ്ദേഹം സംവദിക്കുന്നത് വളരെ പച്ചയായി അറബി പറയുകയും അവരുമായി സംവദിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറബിയിലുള്ള ആ പാണ്ഡിത്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പലവിധ ഭാഷകളിലും അതുപോലെ തന്നെ വലിയ വലിയ ദർസ് നടത്തിക്കൊണ്ടും അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം തെളിയിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. മഹാനായ ഷെയ്ഖുൽ ജാമിയ അവസാനം പട്ടിക്കാട് ജാമിയനൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് ബഹുമാനപ്പെട്ട ജാമിയയിലെ മുത്തഅല്ലിമീങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ ആസ്വാദനത്തോടെ ശ്രവിക്കുകയും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഫന്നുകളിലും അദ്ദേഹം വലിയ പാണ്ഡിത്യമുള്ളവരാവുകയും പ്രത്യേകിച്ച് ഉസൂലുൽ ഫിഖ് പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് മഹാനായ ശൈഖ് ശംസുൽ ഉലമയുടെ ജംഉൽ ജവാമിയിലെ ആ പാഠ്യ രീതി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് പലരും പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ശംസുൽ ഉലമയുടെ ഉസൂലുൽ ഫിഖിലുള്ള ജംഉൽ ജവാമിയിലെ മഹാനായ ശംസുൽ ഉലമയുടെ ആ ക്ലാസിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയുകയും അത് വളരെ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം പരാമർശനം നടത്തുകയും ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വലിയ മഹത്വം, വലിയ ദറജയിലും എത്തിയിരിക്കുന്ന മഹാനവറുകൾ എല്ലാവരുടെയും തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഈ ലോകത്തോട് വിട പറയുന്ന അവസരത്തിൽ തപസ്സുമായിട്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ജനാസ കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ തപസ്സുമിൻ്റെ കാര്യം എന്താണ്? അള്ളാഹു ഇദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തൃപ്തിയോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലായിക്കത്തുകൾ നിങ്ങളെ മരിപ്പിക്കും. മരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മടക്കം തൃപ്തിയോടുകൂടി മടങ്ങലാണ് സത്യവിശ്വാസികൾ. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ മരിക്കാൻ നേരത്ത് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വന്നുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങൂ, നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ അള്ളാഹുവെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പച്ച മലയാളത്തിൽ നമുക്കതിനെ പരിഭാഷപ്പെടുത്തി പറയാമെങ്കിലും അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അഥവാ ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സാലിഹീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. സ്വർഗത്തിനെ മൊത്തത്തിൽ പറഞ്ഞു പരാമർശിക്കൽ മാത്രമല്ല, സ്വർഗത്തിലുള്ള ഓരോ കാര്യവും അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സ്വർഗത്തിൽ കടക്കുന്ന കട്ടില് പറയുന്നുണ്ട്, സ്വർഗത്തിൽ വിരിക്കുന്ന പരവതാനി പറയുന്നുണ്ട്,
സ്വർഗത്തിൽ നൽകുന്ന ഭക്ഷണം പറയുന്നുണ്ട്. ആ ഭക്ഷണത്തോടൊപ്പം കുടിക്കുന്ന ഗ്ലാസിനെ പോലും പരാമർശിക്കുന്നുണ്ട്. ആ ഭക്ഷണം കോരിയെടുക്കുന്ന സ്പൂണിനെ കുറിച്ച് പോലും അള്ളാഹു പറയുന്നുണ്ട്. ഇങ്ങനെ സ്വർഗത്തിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെക്കുറിച്ചും അവിടെയുള്ള സുഖസന്തോഷങ്ങളെക്കുറിച്ചും അവിടെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിഫലങ്ങളുടെ സ്വർഗത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട്, വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും അതിലുള്ള സുഖ സൗകര്യങ്ങളെയും പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വരിദ്വാനും മിനല്ലാഹ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഇതിനേക്കാളെല്ലാം വലുത്. സ്വർഗത്തെക്കാളും സ്വർഗത്തിലുള്ള സർവ്വ സൗകര്യങ്ങളെക്കാളും ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണെന്നാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ആലിക്കുട്ടി ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ തപസ്സുമ്, അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സത്യവിശ്വാസികൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്കും അള്ളാഹു നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ഇസ്ലാമിലെ ആദ്യകാല മുഅ്മിനീങ്ങളായ ബഹുമാനപ്പെട്ട മുഹാജിറുകളും അൻസാറുകളും അവരെ അനുധാവനം ചെയ്ത സത്യവിശ്വാസികൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹു അവരെ തൃപ്തിപ്പെടുമെന്നാണ്. ആ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭ്യമാവണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലായിരിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ഉണ്ടായിരുന്നത് ആ വഴിയിൽ വിശ്വസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ അടിനിർത്തി നിർത്തുവാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി 100 വർഷമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറിയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയും അതിന്റെ പ്രചരണത്തിന് വേണ്ടിയും മരണം വരെ പ്രവർത്തിക്കുകയും അവസാനം ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളോടൊപ്പം നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറയുകയാണ്. മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ ജനറൽ സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെടുകയും ഉസ്താദുമാരെല്ലാം ഐക്യകണ്ഠേന സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ സ്ഥാനത്തേക്ക് ഈ വിനീതനായ എന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ അന്നു മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളാവുകയും ചെയ്തു. ഞാൻ അത് പറയാനല്ല പറഞ്ഞത്. അങ്ങനെ മുശാവറ യോഗം ചേർന്ന് മുശാവറ യോഗത്തിന്റെ ശേഷം പത്രക്കാരും ചാനലുകാരും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത്.
ഈ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എൻ്റെ ഉസ്താദുമാരുടെ ആശീർവാദവും എൻ്റെ ഉസ്താദുമാരുടെ പൊരുത്തവും എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ കോഴിയോട് ഉമ്മർ മുസ്ലിയാരെയും എൻ്റെ സഹായിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ആ ആഴത്തിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു ആഗോള പണ്ഡിതൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് നമ്മൾ എന്ത് സഹായിക്കാനാണ്? എന്നാലും അദ്ദേഹത്തിൻ്റെ ആ വിനയത്തിൻ്റെ ആഴം അത്രമേൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. അങ്ങനെ വിനയവും ലാളിത്യവും നേരത്തെ മഹാനായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ അലിവും അടങ്ങുന്ന, ഏറ്റവും നല്ല ജീവിതത്തിൽ എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, അതേപോലെ തന്നെ അവസാന ശ്വാസം വലിക്കുന്ന അവസരത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സൗഭാഗ്യം സിദ്ധിച്ച മഹാനായ അലിക്കുട്ടി ഉസ്താദ് അവറുകളുടെ പരലോക ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഇൽമ് നമുക്ക് ഉപകാരപ്രദമാവുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും ഏറ്റിട്ടുള്ള ആ ദുഃഖത്തിൻ്റെ ആ പരിഹാരം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാവിധ അനുസ്മരണ ചടങ്ങുകളും പ്രാർത്ഥനാ സദസ്സുകളും അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. കുറച്ചു കാലമായി ചില അസുഖങ്ങൾ കാരണം വളരെ പ്രയാസപ്പെട്ടെങ്കിലും മഹാനായ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവർകൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളൊക്കെ ആഹ്വാനം ചെയ്തതിനനുസരിച്ച് അവരുടെയും ഈ ഉമ്മത്തിൻ്റെയും പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളെയും ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.